ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 10 വേഴ്സസ് 9 and 10. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങയെ വീണ്ടും സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. പ്രഭാതം മുതൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അങ്ങയുടെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തികൾക്ക് സാക്ഷികളാകുവാനും ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചതിനായിട്ട് സ്തോത്രം. പരിശുദ്ധ വചനവുമായി തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. നാഥ, അങ്ങ് കൽപ്പിച്ച വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ, അതിൻ്റെ ശക്തി അനുഭവിപ്പാൻ അവിടുത്തെ ജനമാകുന്ന ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം കൃപ തന്നാട്ടെ. തിരുവചനത്തെ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ ക്ലാരിറ്റിയോടെ പ്രസ്താവിക്കുവാനുള്ള അഭിഷേകം ഏഴയുടെ മേലും സ്വർഗം പകർന്നാട്ടെ. അങ്ങ് മഹത്വമെടുക്കണം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏഴകൾ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിനെ സന്നിധിക്കാം. ഈ പരിശുദ്ധ വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ പരിശോധിക്കുമ്പോൾ ആദം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വിവിധ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ വഴികളിൽ വിവിധ ദേശങ്ങളിൽ നോക്കുമ്പോൾ അനേക വാദഗതികളുമായി അനേകർ എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾ എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞ് അനേകർ എഴുന്നേറ്റിട്ടുണ്ട്. അനേക മാർഗങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഓരോരുത്തരും അവരവരുടെ ഉപദേശങ്ങളുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ലോകം അവരെ കണ്ടത് ഓരോ വാതിലുകളായിട്ടാണ്. അങ്ങനെ നമുക്കറിയാൻ കഴിയും, ലോകത്തിൽ അനേകം മാർഗങ്ങളുണ്ടായി, അനേകം മതങ്ങളുണ്ടായി. ഇവിടെ മുമ്പിലുള്ള വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുമ്പേ വന്നവരെക്കുറിച്ച്. കർത്താവിന് മുമ്പേ വന്നവരെക്കുറിച്ച് നമ്മുടെ ഇവിടെ കർത്താവിൻ്റെ പരാമർശം കർത്താവിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അനേക വാതിലുകളുടെ മധ്യത്തിൽ ഇതാ ഒരു വാതിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും ഒരാളെ അനുഗമിക്കുന്നുവെങ്കിൽ അറിയാത്ത നമുക്ക് വഴി കാണിച്ചു തരാമെന്ന് ഒരു വാഗ്ദത്തം ചെയ്ത് നമ്മുടെ മുമ്പാകെ നടക്കുമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തിക്ക് വഴി അറിയാത്തയാളാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായാൽ നാം പിന്നെ ആളിനെ അനുഗമിക്കാറില്ല. അഥവാ വീണ്ടും ആ വ്യക്തിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, വലിയ ആപത്തുകളിലും അനർത്ഥങ്ങളിലേക്കും നാശയിലേക്കും നിരാശയിലേക്കുമാണ് നമ്മൾ എത്താറുള്ളത്, അല്ലേ? ഈ ലോകത്തിൽ അനേക വഴികൾ മനുഷ്യർ തുറന്നു. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അനേക വാതിലുകളുണ്ട്. സമ്പത്തുണ്ടാക്കുവാനുള്ള വാതിലുണ്ട്, അധികാരം ലഭിക്കുവാനുള്ള വാതിലുണ്ട്, വിജയത്തിലേക്ക്, ലോകപരമായി വിജയത്തിലേക്ക് നയിക്കുവാനുള്ള വാതിലുകളുണ്ട്, ഒരു ഭാഗ്യവാനായി ഭാഗ്യവതിയായി തീരുവാനുള്ള വാതിലുകളുണ്ട്. അനേക വാതിലുകൾ ഇന്ന് ലോകത്തിൽ തുറന്നിരിക്കുന്നു. അനേകർ ഈ പല വാതിലുകളെയും ആശ്രയിച്ച് ആ വാതിലുകളിലൂടെ കടക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ ആരെങ്കിലും കടന്നു വന്നാൽ അവൻ രക്ഷിക്കപ്പെടും, അവൻ രക്ഷപ്പെടും. അത് മാത്രമല്ല, ശ്രേഷ്ഠമേറിയ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ആടുകളെ സംബന്ധിച്ച വിഷയത്തെക്കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്തിനാണ് ഒരാട്ടിടയന്റെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് ആടുകളുടെ മുമ്പിൽ ആട്ടിടയൻ നടക്കുമ്പോൾ ആട്ടിടയന്റെ പിന്നാലെ ആടുകൾ നടക്കുന്നത്? എന്തിനാണെന്നറിയാമോ? മേച്ചിൽ സ്ഥലം കണ്ടെത്തുവാൻ തക്കവണ്ണമാണ്, തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണമാണ്, തങ്ങൾക്ക് സമൃദ്ധിയായിട്ടുള്ള ആഹാരം ലഭിക്കാൻ തക്കവണ്ണമാണ്, തങ്ങൾക്കൊരു സുരക്ഷിതത്വം ലഭിക്കുവാൻ തക്കവണ്ണമാണ്, തങ്ങൾക്ക് സ്വാതന്ത്ര്യം നയിക്കുവാൻ തക്കവണ്ണമാണ്. അതുമാത്രമല്ല, ഈ ആടുകൾക്ക് ഉറപ്പുണ്ട്, തങ്ങളുടെ ജീവിതം, തങ്ങളുടെ ലൈഫ് ഈസ് സെക്യൂർഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഷെപ്പേർഡ്. അത് മാത്രമല്ല, ഇഫ് വി ഫോളോ ദി ഷെപ്പേർഡ് വി വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് പ്ലേസ് വെയർ വി ക്യാൻ ഹാവ് ഇനഫ് പാസ്റ്റർ. ആ മേച്ചിൽപ്പുറം കണ്ടെത്തുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയും.
സഹോദരങ്ങളെ, ഈ ലോകത്തിൽ അനേക വാതിലുകളും വഴികളിലൂടെയും കടന്നുപോയവർ അനേകരും നിരാശരായി, ജീവിതം തകർന്നു തരിപ്പണമായി, ഒന്നുമില്ലാത്തവരായി, ആശയറ്റവരായി, പ്രത്യാശയില്ലാത്തവരായി ഈ ലോകത്തുടർന്ന് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് എന്ന വാതിലിലൂടെ കടന്ന് നമുക്ക് ഓരോരുത്തർക്കും ശ്രേഷ്ഠമേറിയ ഒരു സാക്ഷ്യം ഇന്ന് പകൽക്കാലം പറയുവാനുണ്ട്. എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത ലഭിച്ചു, എൻ്റെ ജീവിതത്തിന് സമൃദ്ധി ലഭിച്ചു, എൻ്റെ ജീവിതത്തിന് ഹല്ലേലൂയ സമാധാനം ലഭിച്ചു, സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുവാൻ തക്കോണം എനിക്ക് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ നിരാശ മൊത്തമായി മാറി. ഇന്ന് എൻ്റെ ഹൃദയത്തിന് പ്രത്യാശയുണ്ട്. കർത്താവ് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി അവിടുന്ന് പാലിച്ചു. കർത്താവിൻ്റെ മാർഗം അല്ലെങ്കിൽ ക്രിസ്തു മാർഗം മറ്റു മാർഗത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിൽ അനേക മാർഗങ്ങളുണ്ട്, അനേകം മതങ്ങളുണ്ട്, അനേക മതസ്ഥാപകരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും എടുത്തു നോക്കിയത് ഹൈന്ദവ മതമായിക്കൊള്ളട്ടെ, ബുദ്ധമതമായിക്കൊള്ളട്ടെ, ഇസ്ലാം മതമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സൊറാഷ്ട്രിസമായിക്കൊള്ളട്ടെ, മഹാവീർ അല്ലെങ്കിൽ അവരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജൈനമതമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് മതങ്ങൾ എടുത്തു നോക്കിക്കോ, അതെല്ലാം ഓരോ മാർഗങ്ങളായിട്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുക. മുക്തി നേടുവാനുള്ള, മോക്ഷം നേടുവാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞ് ലോകത്തിന് സ്വയം പരിചയപ്പെടുത്തിയവരാണ് അവര്. അവരിൽ നിന്ന് ക്രിസ്തു എങ്ങനെയാ വ്യത്യസ്തനാകുന്നതെന്ന് അറിയാമോ? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ലൈഫ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരൊറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ മാർഗമാണ്. മറ്റെല്ലാ മാർഗങ്ങളും കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കർത്താവിന്റെ മാർഗം ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ള മത സ്ഥാപകരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തൊഴിഞ്ഞു നോക്കുമ്പോൾ അവർ നമ്മളെപ്പോലെ തെറ്റ് ചെയ്തവർ, തെറ്റിലൂടെ കടന്നുപോയവർ, പാപം ചെയ്തവർ, പാപത്തിൽ വഞ്ചിക്കപ്പെട്ടവർ, അനേകരിൽ നിന്ന് പിടിച്ചു പറിച്ചവർ, ഇങ്ങനെ പല പല മാനുഷിക സ്വഭാവങ്ങൾ അവരിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ജനനം മുതൽ മരണം വരെ അവിടുത്തെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു കുറവും കണ്ടെത്തുവാൻ കൊണ്ടും കഴിയത്തില്ല. He had a life in abundance. ഇവിടെ കർത്താവ് പറഞ്ഞ 10ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. He is talking about the devil. എനിമിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ദൈവഹിതമല്ലാതെ ദൈവം അയക്കാത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്തിനാണെന്നറിയാമോ? അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണ്. ഇന്ന് ലോകത്തിലേക്കൊന്ന് നോക്കിക്കേ ദൈവമക്കളെ. ഹല്ലേലൂയ. വിശ്വാസികളെന്ന് പറയുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അവർ കടന്നു കയറിയിരിക്കുന്ന വാതിൽ തെറ്റായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഈ പിശാച് വരുന്നത്, അവൻ എന്താണ് വരുന്നത്? അവൻ മോഷ്ടിക്കുവാനാണ് വരുന്നത്. എന്തിനാ? റോബ് ചെയ്യുവാനാണ്. എന്റെയും നിങ്ങളുടെയും സ്വസ്ഥതയെ കെടുത്തുവാൻ തക്കവണ്ണമാണ്. പിശാച് ഒരു ഭവനത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ സ്വസ്ഥതയെ മോഷ്ടിക്കും, അവരുടെ സമാധാനത്തെ മോഷ്ടിക്കും, അവരുടെ സ്നേഹത്തെ മോഷ്ടിക്കും, അവരുടെ ഉറക്കത്തെ മോഷ്ടിക്കും, അവരുടെ നന്മയെ മോഷ്ടിക്കും, അവരുടെ ആശയെ മോഷ്ടിക്കും, അവരുടെ പ്രത്യാശയെ മോഷ്ടിക്കും. എന്ത് നല്ലതൊരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടോ ആ നല്ലതിനെ മുഴുവനും പിശാച് മാറ്റും. അവൻ മോഷ്ടിക്കുവാൻ തക്കവണ്ണം വരുന്നവനാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണ് അവൻ വരുന്നത്. പിശാചിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. അവസാനം മരണത്തിൽ എത്തിച്ചിട്ട് മാത്രമേ പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറത്തുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിത്യജീവനെ അവൻ നമുക്ക് തരും. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിരാശയുടെ പടുകുഴിയിലായിരിക്കുന്ന നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് തരും. ജീവിതം എത്രമാത്രം തകർന്ന് തരിപ്പണമായാലും ഒരു ആശയും പ്രത്യാശയും ഇല്ലാതെ, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ടവനായി, എല്ലാം നഷ്ടപ്പെട്ടവളായി നീ ജീവിച്ചാലും നിന്നിലേക്ക് യേശു കടന്നു വന്നാൽ, നിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്നാൽ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ? അവിടേക്ക് ജീവൻ കടന്നു വരികയാ. ചലിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുള്ളിച്ചാടുന്ന അനുഭവത്തിലേക്ക് സമൃദ്ധിയായ ജീവൻ അവൻ തരികയാണ്. ആ ജീവൻ ഒരു നാളിൽ എന്നിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നവനായി നിൽക്കുന്നത്. ഹല്ലേലൂയ. പണ്ട് നിരാശയുടെ വാക്കുകൾ മാത്രം പറഞ്ഞിരുന്ന ഞാൻ, പണ്ട് ശാപത്തിന്റെ വാക്കുകൾ മാത്രം പറഞ്ഞിരുന്ന ഞാൻ, പണ്ട് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ മാത്രം പറഞ്ഞിരുന്ന നാൾ, മറ്റുള്ളവരെ എപ്പോഴും ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞിരുന്ന എന്റെ നാവില് ഇന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ വരുന്നത്, ബലപ്പെടുത്തുന്ന വാക്കുകൾ വന്നത്, ജീവന്റെ വാക്കുകൾ വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സർവശക്തനായ കർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ ജീവനെ എനിക്ക് തന്നതുകൊണ്ടാണ്. ജീവനില്ലാത്ത ഒരു വ്യക്തിക്ക് ജീവനെ കൊടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിത്യജീവൻ എന്നിലേക്ക് വരുമ്പോൾ മാത്രമേ നിത്യജീവന്റെ പ്രവർത്തികൾ എന്നിലൂടെ വെളിപ്പെടുവാനായിട്ട് കഴിയൂ. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് സമൃദ്ധിയായ ജീവൻ തരാന്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ പകൽക്കാലം നമ്മൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിന് ഞാനൊരു ടൈറ്റിൽ കൊടുക്കുക, ലോകത്തെ രക്ഷിച്ച നിലവിളി. ഹല്ലേലൂയ. The cry that saved the world. യേശു കർത്താവിന്റെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്.
ഹല്ലേലൂയ. ഇന്ന് അനേകർ പലതും വാദിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ മാർഗത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിന്, by the way, Christianity is not a religion, Christianity is an experience. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ലോകത്തിലുള്ള മറ്റു മതങ്ങളെ പോലൊരു മതമല്ല, ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത ആരെങ്കിലും വേറെ റിലീജിയൻസ് ആൾക്കാർ വന്നിട്ട് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് റിലീജിയൻ എന്ന് ചോദിച്ചാൽ, ദി ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്: we don't believe in a religion, we believe in a life experience. Christ taught us about life. ഹല്ലേലൂയ. നമ്മൾ റിലിജിയനിലല്ല വിശ്വസിക്കുന്നത്, നമ്മൾ ലൈഫിലാണ് വിശ്വസിക്കുന്നത്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ഗോഡ്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ആരെങ്കിലും ചോദിക്കുക, ഈ മാർഗത്തിനുള്ള, ഈ വേയ്ക്കുള്ള, ഈ ഫെയ്ത്തിനുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ: ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ബൗണ്ട്. ക്രൈസ്റ്റ് ബൗണ്ട്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്നതാ, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന, ജീവിച്ച് കാണിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഈ ജീവിതത്തെ നിങ്ങൾ പിന്തുടർന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നുവോ അവിടെ തന്നെ നിങ്ങളും എത്തും. പ്രൈസ് ഗോഡ്. അതാ കർത്താവ് കാണിച്ച വഴി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ഏതെങ്കിലും മതസ്ഥാപകർ അവരുടെ പിന്നെ വന്ന അനുയായികൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജാവ് തന്റെ പ്രജകൾക്ക് വേണ്ടി മരിച്ചതായിട്ട് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ചരിത്രം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി ഹല്ലേലൂയ തനിക്ക് പിന്നിൽ നിൽക്കുന്ന ഒരാളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുമ്പിൽ കടന്നു വന്ന് എന്നെ കൊന്നോളൂ, ഇവനെ വിട്ടു എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിസ്ത്യാനി മാത്രമായിരിക്കും പറഞ്ഞിട്ടുള്ളത്, ഒരു ദൈവ പൈതൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവൻ പഠിച്ചത് എവിടെ നിന്ന് ചോദിച്ചാൽ തന്റെ നായകനായ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിൽ നിന്ന് ഉൾക്കൊണ്ട മാതൃക മാത്രമാണിത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു തീവ്രവാദിയെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തീയത മാത്രമാ, യേശു മാത്രമാ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ദുഷ്ടനായ മനുഷ്യനെ ഒരു പരോപകാരിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. യേശുവിനെ അറിഞ്ഞവന് മാത്രമേ അങ്ങനത്തെ ജീവിതത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. മറ്റു പല മതങ്ങളിലും തിരിച്ചാ സംഭവിച്ചിട്ടുള്ളത്, അല്ലേ? തിരിച്ചാ സംഭവിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ഒരു തീവ്രവാദിയായി മാറും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ രീതിയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ഒരുവർ യേശുവിനെ അറിഞ്ഞാൽ നരഭോജികളായിരിക്കുന്ന, മനുഷ്യനെ തിന്നുകൊണ്ടിരുന്ന ഗോത്രവർഗ്ഗക്കാര് മനുഷ്യ സ്നേഹികളായി മാറ്റിയത് എവിടെയാണെന്നറിയാമോ? ഈ സുവിശേഷത്തിന്റെ മുന്നിലാണ്. അവർ യേശുവിന്റെ ജീവിതത്തെ കണ്ടതുകൊണ്ടാണ്. മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരോടുമുള്ള നമ്മുടെ വാദഗതി എന്താണെന്നറിയാമോ? നമ്മുടെ നായകൻ, വി ക്യാൻ സ്പീക്ക് അബൌട്ട് അവർ ലീഡർ ടു എനിബഡി ഇൻ ദിസ് വേൾഡ്. You won't be put to shame. You will never be put to shame. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല. കാരണം ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെന്ന് മറ്റൊരാളോട് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കപ്പെടുവാൻ കാരണമില്ല. കാരണം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് ഒരുവൻ നോക്കിയാൽ ലജ്ജിക്കപ്പെടുന്നതൊന്നും അവന്റെ ജീവിതത്തിലില്ല. പ്രൈസ് ഗോഡ്. ആ നാഥനെയാണ് നമ്മൾ പിന്തുടരുന്നത്. ആരോടും കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ, മൈ ചിൽഡ്രൻ, യു ക്യാൻ ആസ്ക് എനിബഡി ടു വൗച്ച് ദ ലൈഫ് ഓഫ് ജീസസ്. Compare the life of Jesus with any single person, so-called holy man in the world. You will come out. What is the difference of Jesus' life with any other life in this world? ഈ ലോകത്തിൽ യേശു കർത്താവിന്റെ ജീവിതവുമായി തുലനം ചെയ്താൽ, കമ്പയർ ചെയ്താൽ, അതിനൊപ്പം നിൽക്കുവാനുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ ഏത് മനുഷ്യനുണ്ട്? ഒരുത്തർക്കുമില്ല. പ്രൈസ് ഗോഡ്. അതാണ് നമ്മുടെ ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിലുള്ള പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മുമ്പിലുള്ള പ്രാഗൽഭ്യം. കർത്താവ് 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ ഈ 33.5 വർഷക്കാലം കർത്താവ് ജീവിച്ചു. അതിൽ 3.5 വർഷക്കാലം കർത്താവ് ശുശ്രൂഷയിലായിരുന്നു. നമുക്കറിയാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഈ ടോട്ടൽ 33+ ഇയേഴ്സിലേക്ക് നോക്കിയാൽ 33 പരം വർഷങ്ങളിലേക്ക് കർത്താവിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ദൈവവചനത്തിൽ നമുക്ക് കാണപ്പെടാൻ കഴിയാത്ത ഒരു വളരെ ഹിഡൻ ആയിരിക്കുന്ന ഒരു ലൈഫ് ടൈം കർത്താവിനുണ്ട്. പ്രൈസ് ഗോഡ്. 12 വയസ്സ് വരെ, അതായത് ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും 12 വയസ്സ് വരെയുള്ള കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച് ചെറിയ സൂചനകൾ ദൈവവചനത്തിലുണ്ട്. എന്നാൽ 12 വയസ്സ് വരെ മുതൽ 30 വയസ്സ് വരെയുള്ള അവന്റെ കാലഘട്ടത്തെക്കുറിച്ച് ദൈവവചനത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഹി വാസ് ലിവിങ് ലൈക്ക് ആൻ ഓർഡിനറി പേഴ്സൺ ലൈക്ക് യു ആൻഡ് മീ. എന്നെയും നിങ്ങളെയും പോലൊരു സാധാരണ മനുഷ്യനായി യേശു കർത്താവ് ജീവിച്ച കാലഘട്ടമാണ്. ഹല്ലേലൂയ. 18 years. 18 years means it was not open, exposed to the world. Nobody in the world could ever know about Jesus during that 18 years. നമുക്കാർക്കും അറിയത്തില്ലെങ്കിലും പാലസ്തീനിൽ ഉണ്ടായിരുന്നവർക്ക്,
കർത്താവിൻ്റെ ശിഷ്യരായിരുന്ന പലർക്കും ഈ കർത്താവിനെ അറിയാമായിരുന്നു, അല്ലേ? കാരണം അവർ പറയുന്നുണ്ട്, ആരിലെ മിശിഹായെ ഞങ്ങൾ കണ്ടെത്തി. എന്നിട്ട് മിശിഹായെ കുറിച്ച് അന്ത്രയാസ് പറയുന്നത് എന്തോന്നറിയാമോ? അവൻ നസ്രയത്തുകാരനായ യേശുവാണെന്ന് പറയുന്നുണ്ട്. സോ ദേ ന്യൂ ജീസസ് ഈവൻ ബിഫോർ ദേ ഫോളോഡ് ഹിം. യേശു കർത്താവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. കാരണം അവരിൽ പലരും നസ്രത്ത് നഗരത്തിലുണ്ടായിരുന്നവരാണ്. അവരിൽ പലരും പാലസ്തീനിന്റെ സമീപ പ്രദേശങ്ങളിലും ഗലീലയിലും ജീവിച്ചിട്ടുള്ളവരാണ്. അവർ ചെറുപ്പത്തിൽ യേശുവിനെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ എന്നൊക്കെ പറയുന്നത് യേശുവിന്റെ ചാർച്ചക്കാരിൽ ഒരുവനാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും യേശുവിന്റെ ജീവിതം നന്നായിട്ട് അവർ കണ്ടതാണ്. ഹല്ലേലൂയ, നന്നായിട്ട് അറിഞ്ഞതാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഈ 33.5 വർഷക്കാലമുള്ള ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ജീവിതമാണ് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. യേശുവിന്റെ ജീവിതം ഒരു വ്യക്തി പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ആ പേജുകളിലൂടെ, സുവിശേഷത്തിന്റെ പേജുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 33.5 വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് ഏറ്റവും അവസാനത്തെ 6 മണിക്കൂർ ക്രൂശിന്മേൽ നമ്മൾ കാണുന്നത്. The last 6 hours of Jesus on the cross. Hallelujah. On the cross, he was not Christ. Listen to me. In this 33.5 years, whatever it is, when he was living in this world, many a times he received worship. That means he never ceased to be God. ഈ ഭൂമിയിൽ അവനായിരുന്ന സമയത്ത് അവനെ ആരാധിച്ച പലരുണ്ട്. ആരാധന കർത്താവ് സ്വീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പലപ്പോഴും ദൈവപുത്രനാണെന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പലയിടത്തും അവിടുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളും താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് കഴിയാത്തവണ്ണം ക്ഷമിക്കുവാന്, സഹിക്കുവാൻ, അനുഗ്രഹിക്കുവാന്, മരിച്ചവനെ ഉയർപ്പിക്കുവാന്, വിടുവിക്കുവാന്, അത്ഭുതങ്ങൾ ചെയ്യുവാൻ, 5 അപ്പം കൊണ്ട് 5000 ഹല്ലേലൂയ 7 അപ്പം കൊണ്ട് 4000 ഒക്കെ പോഷിപ്പിക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. എന്നാൽ ക്രൂശിലേക്ക് വന്നു കഴിയുമ്പോൾ, ക്രൂശിലേക്ക് നോക്കുമ്പോൾ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് ആണ് ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു കർത്താവിൻ്റെ പൂർണ്ണ മനുഷ്യത്വമാണ് കാണുന്നത്. പൂർണ്ണ മനുഷ്യത്വമാണ്. താങ്ക് യു ബ്രദർ. പൂർണ്ണ മനുഷ്യത്വമാണ് ക്രൂശിന്മേൽ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിന്മേൽ 6 മണിക്കൂർ കടന്നു. കർത്താവ് 7 മൊഴികൾ ക്രൂശിൽ നിന്ന് പറഞ്ഞു. 7 വാക്കുകൾ അല്ലെങ്കിൽ 7 വാചകങ്ങൾ, 7 sentences, 7 words he uttered from the cross. ഹല്ലേലൂയ. ഈ 7 മൊഴികളിലേക്ക് നോക്കുമ്പോൾ 4 സുവിശേഷങ്ങളിലായിട്ടാണ് ഈ 7 മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. ഈ 4 അധ്യായങ്ങളിലാണ് ഹല്ലേലൂയ ഈ 7 മൊഴികളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 means it is a number of perfection. അപൂർണതയുടെ സംഖ്യയാണ് 7. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജീസസ് has never left out anything. When he finally said it is finished, he has perfected the whole will of God. He has perfected the race as a human being. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എന്നുള്ള വണ്ണം തൻ്റെ ഓട്ടം ഓടി പെർഫെക്റ്റ് ആയിട്ട് തീർത്തു. അതുമല്ല, ക്രിസ്തു എന്ന വണ്ണം ഹല്ലേലൂയ തന്നെ അയച്ചിരിക്കുന്ന താൻ വന്ന ആഗമനോദ്ദേശം പെർഫെക്റ്റ് ആയിട്ട് തീർത്തു. ഹല്ലേലൂയ. അപ്പോൾ ഈ 7 മൊഴികളിലേക്ക് നോക്കിയാൽ 7 words from the cross അല്ലെങ്കിൽ 7 cries from the crossലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ ജീവിതം ഹല്ലേലൂയ നമുക്ക് മാതൃകയായി തന്ന ക്രിസ്തീയ ജീവിതം നമുക്ക് ആ ക്രൂശിന്മേൽ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യേശുവിലെ ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. യേശുവിലെ യേശു നമുക്ക് വേണ്ടി ചെയ്തതെന്നറിയാമോ? നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയി. ശ്രദ്ധിക്കണമേ, ജീസസ് ക്രൈസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ഡിയറ്റി. ഹല്ലേലൂയ. മനുഷ്യത്വവും ദൈവത്വവും യേശു ക്രിസ്തു. യേശുവിലെ മനുഷ്യൻ നമുക്ക് എന്താ ചെയ്തു തന്നത്? ഒരു മാതൃക കാണിച്ചു തന്ന് ജീവിക്കേണ്ടതെന്ന്. യേശു ക്രിസ്തുവിലെ ക്രിസ്തു എന്ത് ചെയ്തെന്നറിയാമോ? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ കാൽവരി ക്രൂശിൽ നമ്മൾ 6 മണിക്കൂർ 6 hours on the ക്രൂശിൽ കാണുന്നത് ക്രിസ്തുവിനെയല്ല കാണുന്നത്, യേശുവിനെയാണ് കാണുന്നത്. പൂർണ്ണ മനുഷ്യനായി എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരക്കാരനായി ദൈവത്തിന്റെ കോപത്തിൽ ചതഞ്ഞറിയുന്ന പൂർണ്ണ മനുഷ്യനായ സാധാരണ മനുഷ്യനായ യേശുവിനെയാണ് ക്രൂശിന്മേൽ കാണുന്നത്. ഇന്ന് നമ്മൾ ഈ 7 മൊഴികളെ കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്.
യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക അതിൽ നമുക്ക് കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ 7 മൊഴികളിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ 7 തലങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 7 areas of our life, 7 experiences of our life. 7 അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഈ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന 7 അനുഭവങ്ങൾ കർത്താവിൻ്റെ ക്രൂശിലെ 7 മൊഴികളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. സമയം 7 മൊഴികളെ കുറിച്ച് പഠിക്കുവാനായതുകൊണ്ട് സമയം എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വലിയ സ്നേഹം, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിന്റെ സ്നേഹം, കർത്താവിന്റെ വഴി അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന്, തന്റെ ഉത്തരവാദിത്വം എന്തായിരിക്കണമെന്ന്, ദൈവത്തോടും മനുഷ്യരോടുമുള്ള തന്റെ ബന്ധത്തിൽ തന്റെ ജീവിതത്തിന്റെ ശൈലി എന്തായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ മൊഴി എന്താണെന്നറിയാമോ? ക്രൂശിൽ മേൽ കിടന്നുകൊണ്ട് ആദ്യത്തെ നിലവിളി എങ്ങനെയായിരുന്നു എന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഫാദർ, forgive them, for they do not know what they are doing. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം നമ്മൾ ദുഃഖിക്കേണ്ടി വരുമ്പോൾ, ചില വ്യക്തികളുടെ പ്രവൃത്തി മൂലം വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ, ചിലരുടെ പ്രവൃത്തി മൂലം നമുക്ക് ലഭിക്കേണ്ട നന്മകൾ നമുക്കില്ലാതെയാകുമ്പോൾ, ചിലരുടെ ദുഷ്പ്രവൃത്തി മൂലം നമ്മുടെ പ്രിയപ്പെട്ട പലരും വേദന അനുഭവിക്കുന്നത് നമ്മൾ കാണുമ്പോൾ, നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ ഉപദ്രവിച്ചവരെ, നമ്മളെ നഷ്ടം വരുത്തിയവരെ കുറിച്ചുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചേ. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നോക്കിയേ. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ഉപദ്രവം നേരിടുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ മാനേജേഴ്സിൽ നിന്നാകാം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിൽ നിന്നാകാം, നമ്മുടെ നെയ്ബർഹുഡിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന് ഉപദ്രവം നേരിടുമ്പോൾ, നമ്മൾ പലയിടത്തും when you are rejected, when you are isolated, when you are ignored by your peers, നിങ്ങൾ പഠിക്കുന്നിടത്ത്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളിൽ, നിങ്ങളുടെ കോളേജുകളിൽ, മറ്റു കൂട്ടുകാരിൽ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, പിയർ പ്രഷർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രതികരണം, how do we respond to it? If we are not converted radically, യഥാർത്ഥത്തിൽ മാനസാന്തരം വരാത്ത വ്യക്തിയാണെങ്കിൽ നാം എന്താ ചെയ്യുക എന്നറിയാമോ? We will respond in revenge. നമ്മൾ അവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ കർത്താവിനെ അറിഞ്ഞവനാണ്, ആ വ്യക്തി കർത്താവിനെ അറിയാത്തവനാണ്? Have you ever considered to think this way? അവരെന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അവരെന്നോട് ദോഷമായി പ്രവർത്തിക്കുന്നുണ്ട്, അവരെന്നെ ശപിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി തിന്മയായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവത്തെ അറിയാഞ്ഞത് കൊണ്ടാണ്, അവർക്ക് ദൈവത്തെക്കുറിച്ച് വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കുന്നുവെന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? കർത്താവ് ക്രൂശിന്മേൽ പഠിപ്പിച്ചത് അതാ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നെ ഉപദ്രവിച്ചവരെ, ഹല്ലേലൂയ, തന്നെ ഒറ്റിക്കൊടുത്തവനെ, ഹല്ലേലൂയ, തന്നെ വിലങ്ങു വെച്ചവനെ, തൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിച്ചവനെ, തൻ്റെ തലയിൽ മുൾക്കുരിടം വെച്ചവനെ, തൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയവനെ, തന്നെ ചാട്ടവാർ കൊണ്ട് അടിച്ചവനെ, തന്നെ വധശിക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഗവർണറെ, ഇവരെല്ലാം കർത്താവ് നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അങ്ങേ അവൻ അറിയുന്നില്ല, അതുകൊണ്ട് അവൻ എന്നോട് ചെയ്യുന്നത് അവനോട് ക്ഷമിക്കണമേ. സഹോദര സഹോദരി, വലിയൊരു കംഫർട്ട് നമ്മുടെ ഹാർട്ടിൽ കർത്താവ് തരികയാണ് കേട്ടോ. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അനേക ഇടങ്ങളിൽ ഭാരപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ, സമ്മർദ്ദപ്പെടുമ്പോൾ, അതിലെ ജഡത്തിൻ്റെ ആയുധം കയ്യിലെടുക്കാതെ, അവരോട് പകരം ചെയ്യുവാനും പ്രതികാരം ചെയ്യുവാനും പോകാതെ, യേശുവിൻ്റെ അനുയായിയായി തീരുമ്പോൾ, ജീവനെ എനിക്ക് സമൃദ്ധിയായി തന്ന കർത്താവിൻ്റെ പിന്നാലെ ഞാൻ പോകുമ്പോൾ, കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? കർത്താവേ, അവിടുന്ന് ആരെന്ന് അവരറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. അത് മാത്രമല്ല, കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിന്നെ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പെടുത്തു കളയുന്നവന് വസ്ത്രവും തടയരുത്. ഇത് കർത്താവ് പഠിപ്പിച്ചതാ. പക്ഷെ കർത്താവിൻ്റെ ജീവിതത്തിൽ നോക്കിയേ, അവസാന നിമിഷം കർത്താവ് അത് തന്നെയാണ് ചെയ്തത്. കർത്താവ് ശത്രുവിനെ സ്നേഹിച്ചു. പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നു, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം പ്രസംഗിക്കുന്ന പലതും ജീവിതത്തിലില്ല.
ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ പിന്നാലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ഈ ആദ്യത്തെ മൊഴി, ക്രൂശിൽ നിന്ന് വരുന്ന ആദ്യത്തെ മൊഴി കേൾക്കുമ്പോൾ നാം നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഈ കർത്താവിനെ പിൻഗമിക്കുന്ന ഞാൻ അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണോ? മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുമോ? ഹല്ലേലൂയ. മറ്റുള്ളവരെ എനിക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയുമോ? എന്നെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിക്കുവാൻ എനിക്ക് കഴിയുമോ? പുഞ്ചിരിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. എന്നെ ഉപദ്രവിച്ച, എനിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത ഒരു വ്യക്തി ഒരാപത്തിൽ അകപ്പെടുമ്പോൾ അവനെ സഹായിക്കുവാൻ ആദ്യം എത്തുന്നത് ഞാനായിരിക്കുമോ? ഇതൊക്കെ നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ടതാണ് ദൈവമക്കളെ. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഫെയ്ത്ത് ഈസ് വെയിൻ, അവർ ഫെയ്ത്ത് ഈസ് നോട്ട് റിയൽ, അവർ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് റിയൽ. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം സ്റ്റീഫാനോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. സ്തെഫാനോസ് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഇവരുടെ പാപം ഇവരോട് കണക്കിടരുത്. ഓ ലോർഡ്, ഡോണ്ട് ചാർജ് ദം ദെയർ ഇനിക്വിറ്റീസ്. അവരുടെ പാപങ്ങൾ അവരോട് കണക്കിടരുത്. കർത്താവിൻ്റെ അതേ ആത്മാവാണ് ആരുടെ മേലുണ്ടായിരുന്നത്? സ്തെഫാനോസിന്റെ മേലുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ആരുടെയും മുമ്പിൽ റിവെഞ്ച് എടുക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് തീരാം. അങ്ങനെ കർത്താവിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ പകയും ഒന്ന് മാറ്റിക്കേ. ഹല്ലേലൂയ. എല്ലാ വിദ്വേഷവും ഒന്ന് മാറ്റിക്കേ. അവർക്ക് റിസെന്റ്മെന്റ്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കേ. എല്ലാവരോടും ക്ഷമിച്ച് റിലീസ് എവരിബഡി ഫ്രം യുവർ ഹാർട്ട്. There could be so many people in the past who harmed you. നമ്മളെ ഉപദ്രവിച്ചവർ അനേകരുണ്ടാകാം, നമ്മളെ റോബ് ചെയ്തവർ അനേകരുണ്ടാകാം. റിലീസ് them from the clutch of guilt. ഹല്ലേലൂയ. ആ ക്ലച്ചിൽ നിന്ന് അവരെ റിലീസ് ചെയ്തേ. എന്താ അതിന് ഗുണമുണ്ടാകുന്ന അറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത വരും, നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വരും. ലൈഫ് സമൃദ്ധിയായി അബണ്ടന്റ് ആയിട്ട് നമ്മളിൽ റിലീസ്ഡ് ആകും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? Is there anybody? Let me ask you to examine yourselves, my brothers, my sisters. Is there anybody in the world, at any part of the world, with whom you cannot smile? ഈ ലോകത്തിൽ നമുക്ക് ചിരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുടെയെങ്കിലും മുഖം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ release that person from your heart. Lord, I am forgiving him or I am forgiving her. അടുത്ത ദിവസം ഞാൻ കണ്ടാൽ, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാൽ തീർച്ചയായിട്ടും മുഖത്തോട് മുഖം നോക്കി ചിരിക്കും. ഞാൻ മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ ചിരിക്കും. കാരണം എനിക്കെതിരെ ചെയ്തതെല്ലാം ഞാൻ മറക്കും. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കർത്താവിനെ പിൻപറ്റുന്നു എന്ന് പറയുവാൻ കഴിയും. രണ്ടാമത്തെ, what is the second verse? What is the second cry? ലൂക്കോസ് 23:43, Luke 23:43. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. Assuredly I say unto you, this day thou shalt be with me in paradise. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളതിനെ പാരാഫ്രൈസ് ചെയ്ത് നോക്കിയാൽ ഒരു കാര്യമുണ്ട്. ജീവിതം മുഴുവനും പാപത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, ജീവിതം മുഴുവനും കുറ്റവാളിയായി ജീവിച്ച ഒരു മനുഷ്യൻ, ജീവിതം മുഴുവനും പിശാചിന്റെ അനുയായിയായി ജീവിച്ച ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ജീവിതത്തിന്റെ അന്ത്യ മണിക്കൂറിൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഹാലിലെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവന് കർത്താവ് കൊടുത്ത ക്ഷമയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം, he had a breakfast with the devil, he had a lunch with the devil, he had even evening snacks with the devil, but he had a dinner with Christ. You understood now? The whole day he was with the devil, but evening just before he slept he had dinner with Christ. ഇതാ ഈ മനുഷ്യന്റെ പ്രത്യേകത. ഏത് മനുഷ്യന്റെ? ഈ കള്ളന്. ഹല്ലേലൂയ. അവൻ യേശുവിനെ അറിയുവാൻ, യേശുവിനെ കാണുവാൻ അവൻ അവസരം ലഭിച്ചത് ക്രൂശിന്മേൽ വെച്ച് മാത്രമാണ്. ഹല്ലേലൂയ. ഈ അടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, ക്രൂശിൽ തറയ്ക്കുന്ന സന്ദർഭമൊക്കെ ഈ കള്ളന്മാർ രണ്ടുപേരും കർത്താവിനെ നോക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ഒരു കള്ളൻ തിരിച്ചറിഞ്ഞോ, തങ്ങളെപ്പോലെ മരിക്കേണ്ടവനല്ല ഇവൻ. തങ്ങളെ കൈകളിൽ ആണിയടിക്കപ്പെട്ടപ്പോൾ, തങ്ങളിൽ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ തങ്ങളെ ശപിച്ചു, തങ്ങളെ ചീത്ത വിളിച്ചു, തങ്ങളെ മറുതലിച്ചു, തങ്ങളെല്ലാം വായിൽ നിന്ന് എല്ലാം വിളിച്ചു പറഞ്ഞു, എല്ലാം ചെയ്തിട്ടും ക്ഷമയോടെ കരുണയോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം തുറക്കപ്പെട്ടു. ഇവൻ മനുഷ്യനല്ല. ഹല്ലേലൂയ. ഇവൻ എന്ത് പ്രസംഗിച്ചുവോ അതാണിവൻ. ഹല്ലേലൂയ. What he preached was he.
ഹല്ലേലൂയ, അവൻ പ്രസംഗിച്ചത് തന്നെയാണ് ഇവൻ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഗുരു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കാരണം he believed in the second coming of Christ. അവൻ എവിടെ വെച്ചാ കേട്ടതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും അവനോട് പറഞ്ഞിട്ടുണ്ടാകാം ഇങ്ങനെ ഒരുവനുണ്ടെന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ സുവിശേഷം കേൾക്കുവാൻ അവന് മുഖാന്തരം ഉണ്ടായിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു പ്രസംഗം കർത്താവ് ഏതോ തെരുവിൽ വെച്ച് ഏതോ മലയിൽ വെച്ച് ചെയ്ത ഒരു പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു കോണവൻ കേട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ കള്ളന്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ യേശുവിനെ കുറിച്ച് ഇവനോട് പറഞ്ഞിട്ടുണ്ടാകാം. വാട്ട് എവർ ബി ഇറ്റ്, he believed what he heard in the past. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ്, the worst sinner on this earth walked with the most holy man in the universe. Can you ever believe that? The worst sinner on the earth walked with the most holy man in the universe. പാരഡൈസിൽ അവൻ നടന്നു. ഹല്ലേലൂയ. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. Even if you are the most worst wicked, wretched, convicted sinner in this world, if you open your heart towards the Lord, if you open your heart to the Lord, you can have fellowship with the most holy man in this world. യേശു കർത്താവ് ഒരിക്കലും നോ എന്ന് പറയത്തില്ല. ജീവിതത്തിൽ മരിക്കുന്നതിന് അവസാന നിമിഷമാണ് നിനക്ക് ബാക്കിയെങ്കിലും ഈ രക്ഷകന്റെ കയ്യിലേക്ക് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള സകലത്തെയും മറന്ന് ഹല്ലേലൂയ നിന്നോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഈ കർത്താവിന് കഴിയും. ഇതിൽ നിന്ന് നമ്മളെ എന്താണ് കർത്താവ് പഠിപ്പിക്കുന്നത്? നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നാലും ആ വ്യക്തിയുടെ കഴിഞ്ഞകാല ജീവിതത്തെ സൂക്ഷ്മതയോടെ നോക്കാതെ ഇയാളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ആ വ്യക്തിക്ക് വന്ന കുറവുകളെ കുറിച്ച് ഹല്ലേലൂയ പരോക്ഷമായോ പ്രത്യക്ഷമായോ സംസാരിക്കാതെ ആ വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവ് അതാ പഠിപ്പിച്ചത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു വ്യക്തി എത്ര നല്ലവനായി തീർന്നാലും നല്ലവളായി തീർന്നാലും അവരുടെ പഴയകാല ജീവിതത്തെക്കുറിച്ച് നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കും, ഇല്ലേ? ഹല്ലേലൂയ. ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? പഴയ കാലത്തെ സകലത്തെയും മറക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരൊറ്റ നിമിഷം എടുക്കുകയാണ്. അവനൊരു കുറ്റവാളിയാണെന്നറിയാം. കർത്താവ് പറഞ്ഞില്ല നീ പോയി വേറൊരു ജീവിതം ജീവിച്ചിട്ട് വരാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞില്ല ഇന്നത് നീ ചെയ്യാൻ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. കാരണം എന്താണെന്നറിയാമോ? He was honest. Who? The thief was honest. അവൻ അവിടെ കിടന്നൊന്നും പറഞ്ഞില്ല. ഒരു കള്ളം പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ചിറങ്ങി വാ, ഞങ്ങളെയും രക്ഷിക്കാന്ന് പറഞ്ഞു. So that means he was not believing in Jesus. ശ്രദ്ധിക്കണമേ, ഒരു ഭാഗത്തിരുന്ന കള്ളം പറഞ്ഞ എന്താണെന്നറിയാമോ? നീ ദൈവപുത്രനാണെങ്കിൽ നീ ക്രൂശിൽ ഇറങ്ങി വാ, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ കള്ളനാണ് അവനെ ശാസിച്ചത്. അവനോട് എന്താ പറഞ്ഞെന്നറിയാമോ? നീ മിണ്ടാതിരിക്കാൻ. എന്തുവാണെന്നറിയാമോ? നമ്മളോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ ശിക്ഷ അനുഭവിക്കുവാൻ്റെ കോണം ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അവൻ കർത്താവിനോട് പറഞ്ഞത്, എന്നെ രാജ്യത്വം പ്രാപിച്ച് നീ വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. That means what he said is this. Hallelujah, this man was honest to himself. He was thinking this way. എന്നെ കർത്താവേ, ഞാൻ ഈ ക്രൂശിൽ കിടന്ന് അനുഭവിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തതിൻ്റെതാണ്, ഞാൻ ചെയ്ത ദോഷങ്ങൾക്കാണ് ഞാൻ ഈ ക്രൂശിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. എനിക്ക് കുറ്റം പറയുവാൻ കോണം ആരുമില്ല. എന്നെ ശിക്ഷിച്ച ജഡ്ജിയെ ഞാൻ കുറ്റം പറയുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്ത സോൾജേഴ്സിനെ ഞാൻ കുറ്റം പറയുന്നില്ല. അല്ലെങ്കിൽ എന്നെ തടവറയിൽ സൂക്ഷിച്ച കാരാഗൃഹ പ്രമാണിയെ ഞാൻ കുറ്റം പറയുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ജന്മം തന്ന അമ്മയോ അപ്പനെയോ ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്ക് ആരെയും കുറ്റം പറയുവാനില്ല. ഈ ശിക്ഷ അനുഭവിക്കുന്നത് മുഴുവനും ഞാൻ ചെയ്തതിൻ്റെ ദോഷമാണ്. ആ മനുഷ്യൻ സ്വയം അത് ഏറ്റു പറഞ്ഞപ്പോൾ, because he was honest, Jesus said, you will be with me in paradise. ഹല്ലേലൂയ. അവൻ സ്വയം ഏറ്റു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിൽ അവനത് കാണിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പറുദീസ ഇങ്ങനെയുള്ളവർക്ക്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡാണ് നമുക്കുണ്ടാകേണ്ടത്. കഴിഞ്ഞകാല ജീവിതം എങ്ങനെയായിരുന്നാലും ശരി, ഹല്ലേലൂയ, മറ്റാരോടും കുറ്റം പറയരുത്. ജന്മം തന്ന അപ്പനെയും അമ്മയെയും പരിഹസിക്കരുത്. അല്ലെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ കൂട്ടുകാരാണ്, എൻ്റെ കൂട്ടുകാർ മൂലമാണ് എൻ്റെ ഗതി ഇങ്ങനായതെന്ന് പറയരുത്. അല്ലെങ്കിൽ ഇന്ന വ്യക്തി മൂലമാണ് എൻ്റെ ജീവിതം തകർന്നു പോയതെന്ന് പറയരുത്. എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായതെന്ന് പറയരുത്. ഒന്നും പറയുവാനില്ല. ഞാൻ ഇങ്ങനെയായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും എൻ്റെതാണ്. ഞാൻ ചെയ്ത തെറ്റുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും എൻ്റെതാണ്. എൻ്റെ വീഴ്ചകൾ, എൻ്റെ തോൽവികളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും എൻ്റെതാണ്. ഇന്ന് എൻ്റെ കർത്താവിനെ നരകത്തിൽ വിട്ടാൽ എൻ്റെ ദൈവത്തോട് എതിര് പറയുവാൻ എനിക്കൊന്നുമില്ല. കാരണം ഐ ഡിസേർവ് ഹെൽ. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് പറുദീസയിൽ എത്തിക്കുന്നത്.
അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെയാണ് കർത്താവ് പറുദീസയിൽ എത്തിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ മനുഷ്യന്റെ പ്രത്യേകത അതായിരുന്നു. ഇവൻ ആരെയും കുറ്റം പറഞ്ഞില്ല. ഇവൻ അപ്പുറത്ത് കിടന്ന കള്ളനെ കുറ്റം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ ആ കള്ളനെ ശാസിച്ചിട്ട്, അവന്റെ കൂട്ടുകാരനെ ശാസിച്ചിട്ട് പറഞ്ഞു, ഡോണ്ട് സേ ദിസ്, we deserve what we are going through, we are punished because of our own fault, but this man, he never did anything wrong. Hallelujah. His honesty took him to paradise. His honesty took him to paradise. I tell you, my brothers, my sisters, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നു, ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, wherever you were, how deep you have fallen as a failure, whatever you lost in the past life, whatever be your situation, when you are coming to the Lord, you say, Lord, I have nobody to blame. I can blame only me. I am the reason for what I am today. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് പറുദീസയിലേക്ക് കൊണ്ടുപോകുന്നത്. He is looking for honest people. He is not looking for perfect people. പൂർണ്ണരായ പെർഫെക്റ്റ് ആയിരിക്കുന്നവരെ അല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് ഹോണസ്റ്റ് പീപ്പിളിനെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. മൂന്നാമത്തെ മൊഴി, the third cry from the cross. The third verse, what Jesus uttered from the cross. മൂന്നാമത് കർത്താവിൻ്റെ ക്രൂശിലെ മൊഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. John chapter 19 verse 26 and 27. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. Here we know that not many people were there by the cross. ക്രൂശിന്റെ ചുവട്ടിൽ അധികം ആളുകളൊന്നുമില്ല. എല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. All the disciples went away, run away from him. They ran away from him. Everyone desolate left him. But here is his mother standing there weeping by the cross. And there is another disciple there. We know it was John. John came along. First he ran away and he came along. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്നുകൊണ്ട് ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവസാനത്തെ 6 മണിക്കൂർ, the last 6 hours he spent on the cross. It was all for humanity. It was all for human like you and me. He was a perfect human lying on the cross on your behalf and mine. നിങ്ങൾക്കും എനിക്കും പകരക്കാരനായി പൂർണ്ണ മനുഷ്യനായി അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടതാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത് മുഴുവനും. ആദ്യത്തെ പ്രാർത്ഥന നമ്മൾ കേട്ടു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ കേട്ടത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. മൂന്നാമത്തെ പ്രാർത്ഥന എന്താ കേട്ടോന്നറിയാമോ? ഹല്ലേലൂയ. അവിടെ നിന്ന് അമ്മയോട് പറയുകയാണ്, വുമൻ. ഇത് കേൾക്കുന്ന ആര് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് സ്ത്രീ എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ അതിന് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ലേഡി എന്ന. ഓ ഹോണറബിൾ ലേഡി എന്ന അതിൻ്റെ മീനിങ്. അമ്മയെ കയറി സ്ത്രീയെ കർത്താവ് വിളിച്ചെന്നല്ല. വേദനയിൽ പണ്ടൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, വേദനയെല്ലാം കൂടെ കർത്താവ് സഹിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൺട്രോൾ വിട്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് സ്ത്രീയെ. എന്തൊക്കെ സ്റ്റുപ്പിഡിറ്റിയാണ് മനുഷ്യൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഓ വുമൻ എന്ന വാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ സ്ത്രീ എന്ന് തോന്നും, അല്ലെ ഇംഗ്ലീഷിൽ കർത്താവ് റൂഡാണെന്ന് തോന്നും. അങ്ങനെയല്ല, കർത്താവ് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അമ്മയെന്നാണ് വിളിക്കുന്നത്. നമുക്കിങ്ങനെ പറയാം, അമ്മേ. ഹല്ലേലൂയ. അമ്മേ എങ്ങനെയാ വിളിക്കുന്നത്? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ, ഈവൺ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ആഗണി. ഹല്ലേലൂയ. ഓ ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പഠിക്കണം. ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ സോക്കറ്റ്സിൽ നിന്നെല്ലാം ഹല്ലേലൂയ ശരീരത്തിന്റെ പാർട്ടുകളൊക്കെ ഇളകിപ്പോകുന്നതാ. നേർവസിൽ നിന്ന് നേർവിന്റെ ബന്ധങ്ങൾ വിടുന്നതാണ്. ഹല്ലേലൂയ. ദാഹം, ബോഡിയെല്ലാം ഡീഹൈഡ്രേറ്റഡ് ആകുന്നതാണ്. ഇറ്റ് ഈസ് സോ ഹൊറിഫിക് ഡെത്ത്. It was the worst death on the face of the earth. ഈ ലോകത്തിലുള്ള ഈ ഭൂമിയിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വേസ്റ്റ് ആയിരിക്കുന്ന മോഡ് ഓഫ് ഡെത്ത് ആണ് ക്രൂസിഫിക്ഷൻ. ആ പോയിന്റ് ഓഫ് ആഗണിയിലും ഒരു മകൻ എന്നവണ്ണമുള്ള തൻ്റെ കമ്മിറ്റ്മെന്റ് മറക്കുവാൻ കർത്താവിന് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയ ഒരു വലിയ മാതൃക കർത്താവ് കാണിച്ചു തന്നു. കർത്താവ് 30 വർഷം ജീവിച്ചത് എന്തിനാണെന്നറിയാമോ? ആ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. നമുക്കറിയാം 12-ാമത്തെ വയസ്സിൽ
ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം താഴേക്ക് വായിച്ചു വന്ന് വേഴ്സ് 45 പറയുന്നുണ്ട്, ഏറ്റവും അവസാനമായി കർത്താവിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് കാണുന്നത് അവിടെയാണ്. 12-ാമത്തെ വയസ്സിൽ അവര് ദേവാലയത്തിൽ പോയിട്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വി നെവർ ഹേർഡ് അബൌട്ട് ജോസഫ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദി ഗോസ്പൽസ്. ദാറ്റ് മീൻസ് presumably തിയോളജിയൻസ് പറയുന്നത് by the age Jesus was 12, Joseph must have died. ജോസഫ് മരിച്ചുപോയി കാണുമെന്ന. That means his mother was widowed. അമ്മ മറിയ ഒരു വിഡോവായി തീർന്നു. അപ്പം ആരുടെ ഉത്തരവാദിത്വം അമ്മയെ നോക്കുക എന്നുള്ളത്? മൂത്ത മകനായ യേശുവിൻ്റെ ഉത്തരവാദിത്വമാണ്. So he had to work as a carpenter and he has fed his family. He has protected his siblings, half siblings. ഹല്ലേലൂയ. തൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും ഹല്ലേലൂയ കർത്താവ് സൂക്ഷിച്ചു. അമ്മയ്ക്ക് വേണ്ടതൊക്കെ കൊടുത്ത് 30-ാമത്തെ വയസ്സ് വരെ. കർത്താവിന് 30 ആയപ്പോഴത്തേക്ക് ഇളയവ പിള്ളേർക്കൊക്കെ ഒരു പ്രായമായി. ഹല്ലേലൂയ. എന്നിട്ടാണ് കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ഒരു വലിയ മാതൃകയായി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കാത്തലിക്സ് ഒക്കെ ഈ ഭാഗം എടുത്തിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണമേ, നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ എല്ലാം പഠിക്കണം. ഇവിടെ ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യനോട് പറയുക ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഇവരെ കണക്ട് ചെയ്ത് കൊടുത്തതിൻ്റെ കാരണം അമ്മ വെർജിൻ ആയതുകൊണ്ട്, അമ്മയ്ക്ക് വേറെ മക്കളില്ലാതിരുന്നുകൊണ്ടാണെന്ന് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ വാക്യം എടുത്തിട്ട്. പക്ഷെ ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നെന്ന്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ഹാലിൽ നമുക്കാർക്കും ഈ അബദ്ധങ്ങളൊന്നും പറ്റരുത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 55 ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവൻ ഇടറിപ്പോയി കേട്ടോ. ഇറ്റ് ക്ലിയർലി സേസ് ദാറ്റ് ഹി ഹാഡ് സിബ്ലിങ്സ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, ഈസ് നോട്ട് ദിസ് ദ കാർപ്പൻറ്റേഴ്സ് സൺ? ഈസ് നോട്ട് ഹിസ് മദർ കോൾഡ് മേരി ആൻഡ് ഹിസ് ബ്രദറൻ ജെയിംസ് ആൻഡ് ജോസഫ് ആൻഡ് സൈമൺ ആൻഡ് ജൂദാസ് ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ആർ ദേ നോട്ട് ഓൾ വിത്ത് us? സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? He had other siblings. അതുപോലെ തന്നെ മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്ക് 6-ലുണ്ടൊരു വാക്യം. മാർക്ക് 6:3 മാർക്ക് 6:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവൻ കിടറിപ്പോയി. Both these verses shows that Mary had other children from ജോസഫ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ടാകാം, പിന്നെ എന്തുകൊണ്ട് മറ്റേ മക്കളെ കർത്താവ് ഏൽപ്പിച്ചില്ല? ഹല്ലേലൂയ. ഐ ഡോണ്ട് തിങ്ക് അതിൻ്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ലെന്ന്. Even they didn't believe in Jesus. That means they were not that godly people. I believe. എൻ്റെ മൈൻഡിൽ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ല. They were not good people. They didn't believe in Jesus. They didn't believe in God's way. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അമ്മയെ ഏൽപ്പിക്കുവാൻ കോണവൻ ആഗ്രഹിച്ചില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് തന്നോട് കൂടെ ആയിരിക്കുന്ന തൻ്റെ ശിഷ്യനെ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കോണം യേശു കർത്താവിന് കഴിഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു, ഈ അമ്മയെ അന്ന് മുതൽ സ്വന്തം അമ്മയായിട്ട് ഈ ശിഷ്യൻ കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള കടമ നിർവഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം കർത്താവിനെ പിൻഗമിക്കുമ്പോൾ, കർത്താവിൻ്റെ ശിഷ്യരായി തീർന്നു എന്ന് പറയുമ്പോൾ, ഒരു ദൈവ പൈതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി എന്നുള്ള എർത്തിലി ഡ്യൂട്ടീസ് നമ്മൾ നിർവഹിക്കുന്നവരായിരിക്കണം. ഇന്നത്തെ വിശ്വാസികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാരെയെല്ലാം വിടും. അവർ വേറൊരു ലെവലിലേക്കങ്ങ് മാറുക. ദേ ആർ ലിവിംഗ് ഇൻ ടു അനദർ ലൈഫ് ഓഫ് ഇമാജിനേഷൻ. മറ്റൊരു ജീവിതത്തിലേക്ക് വരിക. പക്ഷേ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയേ, ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് ആ വേദനയുടെ മധ്യത്തിലും തന്റെ ഉത്തരവാദിത്വത്തെ, ഈ ഭൂമിയിലുള്ള ഉത്തരവാദിത്വത്തെ നിർവഹിപ്പാൻ തക്കവണ്ണം കർത്താവ് സമയം കണ്ടെത്തി. ഒരു വലിയ മാതൃക കർത്താവ് നമ്മളെ പഠിപ്പിക്കുക.
ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഒന്ന് നോക്കിയേ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? നമ്മുടെ അപ്പനോടും അമ്മയോടും ഉണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചോ? നമ്മുടെ സഹോദരങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചോ? അല്ലെങ്കിൽ മറ്റ് സഹോദര ബന്ധങ്ങളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ആ വ്യക്തിത്വം കാണിക്കുന്നുണ്ടോ? ഞാനൊരു ദൈവ പൈതലാണെന്നുള്ളതിന്, കർത്താവിനെ ഞാൻ പിൻഗമിക്കുന്നുള്ളതിനുള്ള തെളിവാണിത്. കർത്താവ് ചെയ്തതുപോലെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അതുമല്ല, ഒരർഹതയും ഇല്ലാത്തവരെയാണ് കർത്താവ് തീറ്റിപ്പോറ്റിയത് 30 വർഷം. യോഹന്നാന്റെ സുവിശേഷം 7:5 പറയുന്നു, ഈവൻ ഹിസ് ബ്രദേഴ്സ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഹിം. അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ല. കർത്താവ് പിന്നെ എന്തിനാ കാർപ്പൻ്ററായിട്ട് ജോലി ചെയ്തവരെ പുലർത്തിയത്? കർത്താവ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. ഹല്ലേലൂയ. നമുക്ക് ഈ മാതൃക ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം സഹോദരങ്ങളെ. നമ്മുടെ കടമകൾ പൂർണ്ണമായും നിർവഹിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. കർത്താവ് ദൈവവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തിൽ ചെയ്യേണ്ട കടമകൾ ചെയ്യണം. ഹല്ലേലൂയ. ടെമ്പിൾ ടാക്സിന് വേണ്ടി ദ്വിദ്രഹ്മ പണം കളക്ട് ചെയ്യുവാൻ വേണം ടെമ്പിളിൻ്റെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് ടാക്സ് കൊടുക്കുവാൻ, അവർക്ക് നികുതി കൊടുക്കുവാൻ വേണം. പത്രോസിനോട് പറഞ്ഞു എന്തോന്നറിയാമോ? നീ പോയി ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കണം, അവൻ്റെ വായ് പൊളന്ന് നോക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കിട്ടും. അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാർ നീതി ആരോടാ വാങ്ങിക്കുന്നത്? നികുതി ആരോടാ വാങ്ങിക്കുന്നത്? മക്കളോടാന്നോ വെറുതാക്കാരോടാന്നോ? അപ്പൊ അവർ പറഞ്ഞു മക്കളോട് വാങ്ങിക്കത്തില്ല, വെറുതാക്കാരോടാ. എങ്കിലും കർത്താവ് പറഞ്ഞു അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീതി ചെയ്യണം. സോ ജീസസ് വാസ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് in everything he was doing. When he was living in this world, nobody ever could find any fault in him. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ഫോൾട്ടും കണ്ടുപിടിക്കുവാൻ കൊണ്ടും ഇടയാകരുത് ദൈവമക്കളെ. അതാ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക. അത് ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നമ്മുടെ നെയ്ബർഹുഡിലായിക്കൊള്ളട്ടെ, താമസിക്കുന്നിടത്തായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടപെടലുകളിലായിക്കൊള്ളട്ടെ, നമ്മുടെ ക്രയവിക്രയങ്ങൾ ട്രാൻസാക്ഷൻസിലായിക്കൊള്ളട്ടെ, ബിസിനസ്സിലായിക്കൊള്ളട്ടെ, ഡേ ടു ഡേ ലൈഫിലായിക്കൊള്ളട്ടെ, ലെറ്റ് നോ വൺ ബ്ലെയിം us with any little things or small bigger things. കാരണം we are followers of Jesus Christ. നമ്മൾ എത്ര പേര് ലാഘവത്തോടെ ഈ ജീവിതത്തെ കാണുന്നു? ഹല്ലേലൂയ. ആർ വി സീരിയസ് അബൌട്ട് അവർ ക്രിസ്ത്യൻ ലൈഫ്? നമ്മൾ ബിഗിനിങ്ങിൽ കേട്ടത് എന്താണെന്നറിയാമോ? ജീസസ് കെയിം ടു ഗിവ് us ലൈഫ് abundantly. Do we enjoy that life? Are we in that life? This is one of that. Hallelujah. This is a sermon on the mountain. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? Matthew 5, 6 and 7, sermon on the mount. പക്ഷേ this can be called sermon on the cross. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകൾക്ക് വലിയ വലിയ വിലയാണ് കൊടുക്കുന്നത് മനുഷ്യൻ. ഇതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ജനത്തോട്, തൻ്റെ സഭയോട്, തൻ്റെ പിന്നാലെ വന്ന തൻ്റെ ശിഷ്യരോട് അവസാനം പറഞ്ഞിട്ട് പോയ വാക്കുകളായത്. ഈ വാക്കുകൾ പോലും പാലിക്കുവാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. ഹല്ലേലൂയ. മറക്കരുത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ മറക്കരുത്. ഭൂമിയിലുള്ള നമ്മുടെ ബന്ധങ്ങളിൽ നാം ചെയ്യേണ്ട കടപ്പാടുകൾ വ്യക്തമായി നമ്മൾ ചെയ്തു തീർക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അടുത്തത് 4-ാമത്തെ വാക്യം. ഫോർത്ത് ക്രൈ ഫ്രം ദ ക്രോസ്. 4-ാമത്തെ കർത്താവിന്റെ ക്രൂശിലെ മൊഴികളെ കുറിച്ച് കേട്ടെ. 4-ാമത്തെ നോക്കിയേ. മാത്യു ചാപ്റ്റർ 27 വേഴ്സ് 46b അല്ലെങ്കിൽ മാർക്ക് 15:34 അവിടെ എഴുതിയിരിക്കുന്നു. മർക്കോസിന് ശേഷം 15:34 അല്ലെങ്കിൽ മാത്യു 27:46 സെക്കൻഡ് പാർട്ട്. അവിടെ പറയുന്നു, ഏലി ഏലി ലമ ശബക്താനി. ഏലി ഏലി ലമ ശബക്താനി. ഇത് അരാമ്യ ഭാഷയിൽ എഴുതിയിരിക്കുക. അറാമ്യ ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഹല്ലേലൂയ. ഈ വചനത്തിന്റെ പ്രത്യേകത വളരെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. All 33 plus years of Jesus' life, Jesus never called God, but he was always calling Father. This is the only time Jesus called out. Jesus cried out, my God, why have you forsaken me? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ജീവിതത്തിൽ ആദ്യമായി സ്വർഗത്തിലെ പിതാവിനെ ദൈവമേ എന്നാണ് യേശു വിളിക്കുന്നത്. അത് നമ്മളെ കാണിക്കുന്നത് എന്നറിയാമോ? He was a perfect man and he was taking our place on the cross. He became a sin for us. 2 Corinthians 5:21. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് അവൻ പാപമാക്കി മാറ്റി. പാപം അറിയാത്തവനെ ഹല്ലേലൂയ അവൻ പാപമാക്കി മാറ്റി. ഹല്ലേലൂയ. God made him a sin
God made him a sin. Why? To give us the righteousness of God. അവിടെ എഴുതിയിരിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. God made him a sin who knew no sin, so that we can have the righteousness of God in him. ദൈവത്തിന്റെ നീതി അവനെ ലഭിക്കേണ്ടതിന് അവനെ പാപിയാക്കി എന്നല്ല. Jesus can never become a sinner. Who is a sinner? Sinner means the one who lives in sin. Jesus never lived in sin. Jesus never became a sinner, but Jesus became a sin for us. From top to bottom, he became sin. He got saturated with the sin of the world. The whole sin of me, you, and the whole world was put on Jesus. From top to bottom, he was red with the sin. He became sin. And in sin, he was crying out to God. He could never ever call God Father when he was in sin. You understood the difference? ഇത് പുത്രന്റെ നിലവിളിയല്ല കേട്ടത്, ഇത് പാപം നിറഞ്ഞ ഒരു പാപിയുടെ നിലവിളിയാണ് കേട്ടത്. ഞാനും നിങ്ങളും പാപികളായിരുന്ന നമ്മൾ ക്രൂശിൽ കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ചതായി പ്രാർത്ഥന. ലോകത്തെ മാനസാന്തരപ്പെടുത്തിയ പ്രാർത്ഥനയാണിത്. ഞാൻ കിടന്ന് നിലവിളിക്കേണ്ടിടത്ത് എൻ്റെ യേശു കിടന്ന് നിലവിളിച്ചു. ഞാൻ നിലവിളിക്കേണ്ട അതേ വാക്കുകൾ യേശു നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? മരിക്കുന്ന നിമിഷം ഹല്ലേലൂയ നീ പോകുന്ന സമയത്ത് ഹല്ലേലൂയ ദുഷ്ടനോട് കൂടെ ആ പാതാളത്തിൽ വീഴേണ്ട നീ നിത്യനരകത്തിലേക്ക് പോകേണ്ട സമയത്ത് നീ ആ വാതിക്കൽ കടന്ന് നിലവിളിക്കൂ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. നരകത്തിന്റെ വാതിലുകളിൽ കിടന്ന് നീ നിലവിളിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ വെച്ച് നരകത്തിന്റെ അനുഭവത്തിൽ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് പിതാവിനാൽ കൈവിടപ്പെട്ടവനായി അവൻ നിലവിളിച്ചു ഒരു പാപിയുടെ പ്രാർത്ഥന. മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൻ മീ? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സഹോദരങ്ങളെ, when you meditate this verse, your love for Christ would increase. ഈ വാക്കുകളെ ധ്യാനിക്കപ്പെടാ ഹല്ലേലൂയ കർത്താവിനോടുള്ള സ്നേഹം എന്നിൽ വർദ്ധിക്കുന്നത്. എനിക്ക് വേണ്ടി ഞാൻ കിടക്കേണ്ടടുത്ത്, in my place, hallelujah, Jesus died for my sin. In my place, Jesus died. In my place, he took my place. Where I was hanging on the cross, stripped naked, he was hanging there. And he took my place and he cried. Hallelujah. Isaiah chapter 53, verses 4 to 5. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. കർത്താവ് മരിക്കുന്നതിന് ഏതാണ്ട് 780 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ഐസയ through the spirit of God was prophesying the suffering of the forthcoming Messiah. മുന്നോട്ട് വരുവാൻ പോകുന്ന മെശിഹായുടെ ക്രൂശിന്മേലുള്ള നിലവിളിയെക്കുറിച്ച് ഹല്ലേലൂയ അവൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ ക്രൂശിന്മേൽ കിടക്കുന്ന കർത്താവിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് യെശയ്യാവ് 53 ഐസയ 53 വേഴ്സസ് 4 and 5 എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊന്ന് നോക്കിയേ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. What an amazing word it is. ഹല്ലേലൂയ. എന്നെയും നിന്നെയും സൗഖ്യമാക്കുവാൻ, എന്നെയും നിന്നെയും ശാപത്തിൽ നിന്ന് മാറ്റുവാൻ, എന്നെയും നിന്നെയും വിടുവിക്കുവാൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് സ്വസ്ഥത തരുവാൻ എൻ്റെ കർത്താവ് ഹല്ലേലൂയ ഞാൻ കിടക്കേണ്ടിടത്ത് അകൃത്യങ്ങളെ വഹിച്ചു കടന്നു. അവിടെ വാക്യം എഴുതിയിരിക്കുന്നുണ്ട്, അറിയാമോ? ലോകം വിചാരിച്ചെന്തോന്നറിയാമോ? അവനെ ദൈവം ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരുന്നെന്ന് ആ വാക്യത്തിൽ വായിച്ചതല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് അതാണ്, അവനെ ദൈവം ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരുന്നുവെന്നാണ് ആ വാക്യത്തിൽ വായിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒരു മിനിറ്റ് ആ വാക്യം ഞാനൊന്ന് കാണിക്കട്ടെ. ദൈവം നാമോ എന്ന് പറഞ്ഞാൽ we so called godly people, we thought we are godly people, we are more spiritual than Christ. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ച എന്താണെന്നറിയാമോ? ഈ ശിക്ഷയിലൂടെ അവൻ കടന്നു പോകേണ്ടി വന്നപ്പോൾ ദൈവമോ അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. സമാനമായ പലപ്പോഴും സ്വഭാവങ്ങൾ സഭയിൽ പലർക്കും ഉണ്ടാകാം. ചില സഹോദരങ്ങൾ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പരോക്ഷമായിട്ടാണെങ്കിലും പ്രത്യക്ഷമായിട്ടും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നമ്മളിൽ പലരും ഇവരെന്തോ വലിയ കൊടുംപാതകം ചെയ്തുകൊണ്ടാണ് ദൈവം ഈ ശിക്ഷയ്ക്കകത്തൂടെ അവരെ കയറ്റിവിടുന്നതെന്ന്.
ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു, വി ആർ റോങ്. We could be wrong. There could be reasons, we don't know. But here this verse says, God's purpose is not our ways. There can be many other purposes. Maybe that, maybe may not be that. We don't know. Hallelujah. നമ്മൾ ഒരിക്കലും അത് പറയുവാൻ തക്കവണ്ണം ഇടയാകരുത് സഹോദരങ്ങളെ. Hallelujah. നമ്മൾ നാലാമത്തേത് വരെയാണ് പഠിച്ചത്. അഞ്ചാമത്തെ വാക്യം, the fifth cry on the cross, from the cross. ഏഴാമത്തെ ക്രൂശിലെ മൊഴി എന്താണെന്ന് പറഞ്ഞറിയാമോ? അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞു. Hallelujah. Look, I am thirsty, or I thirst. അതിൻ്റെ ശേഷം this is John 19:28, യോഹന്നാൻ 19:28. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞു. Hallelujah. Look into him. This is a cry of a man. Hallelujah. ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അനേക തിരുവെഴുത്തുകളുടെ ഫുൾഫിൽമെൻറ്റാണ്, അനേക പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. Psalms 22:15, സങ്കീർത്തനങ്ങൾ 22:15 പറയുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. കർത്താവ് മരിക്കുന്നതിന് കർത്താവ് ഈ ക്രൂശിൽ മരിക്കുന്നതിന് ഏതാണ്ട് 800ഓളം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 780-800 വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ പറയുകയാണ്, മിശിഹ അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകൾ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ മിശിഹ പറയുന്ന അതേ വാക്കുകൾ, അതേ അനുഭവങ്ങൾ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുകയാണ്. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. വേറൊരു സങ്കീർത്തന ഭാഗം, സങ്കീർത്തനം 69:3, Psalm 69:3 പറയുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. മൈ ത്രോട്ട് ഈസ് ഡ്രൈഡ് അപ്പ്. എൻ്റെ തൊണ്ട ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇതൊക്കെ ക്രൂശിലെ അനുഭവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് മുന്നമേ എഴുതിയിരിക്കുക. പ്രൈസ് ഗോഡ്. നമ്മൾ മറന്നു പോകരുത്, ഈ ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത് റോമ ഗവൺമെന്റിന്റെ പണിഷ്മെന്റ്, മോഡ് ഓഫ് പണിഷ്മെന്റ് ആണ്. അത് ഈ ദാവീദിന്റെ ഭരണകാലത്തോ ദാവീദ് ജീവിച്ചിരിക്കുന്ന കാലത്തോ ക്രൂസിഫിക്ഷൻ ഇല്ല. പിന്നെ എങ്ങനെ ഈ വചനങ്ങളൊക്കെ മുന്നമേ എഴുതുവാൻ കഴിയുന്നു? ഓൺലി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഓൺലി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വേറൊരു സങ്കീർത്തനം 69:21 വേറൊരു വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് എനിക്ക് കുടിക്കുവാൻ ചൊറുക്ക തന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് ലിറ്ററലി ഹാപ്പൻഡ്. ഇത് സംഭവിച്ചില്ലേ? കയ്പ് നീര്, അവൻ്റെ പുളിച്ച വീഞ്ഞ് അവൻ്റെ നാവിന്മേൽ തൊട്ടുകൊടുത്തില്ലേ? അവൻ്റെ വായിലേക്ക് തൊട്ടുകൊടുത്തില്ലയോ? ഹല്ലേലൂയ. അത് സങ്കീർത്തനക്കാരൻ മുന്നമേ എഴുതി വെച്ചിരിക്കുകയാണ്. അവരെനിക്ക് കയ്പ കുടിക്കുവാനും തിന്നുവാനുമായിട്ട് തന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതൊക്കെയും ഞാനും നീയും ക്രൂശിന്മേൽ കിടക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിത്യ നരകത്തിൽ കിടന്ന് ദാഹം അനുഭവിക്കേണ്ടിടത്ത്, തൊണ്ട വരളേണ്ടിടത്ത്, അണ്ണാക്കോട് പറ്റിയിരിക്കേണ്ട അനുഭവം കർത്താവ് ക്രൂശിന്മേൽ കിടന്ന് എനിക്കും നിനക്കും വേണ്ടി സഹിച്ചതിൻ്റെ ഓർമ്മയായി കാണിക്കുന്നത്. നമുക്കത് ധ്യാനിക്കുവാനായിട്ട് കഴിയണം. ഉച്ച കഴിഞ്ഞുള്ള സമയം നാം ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ക്ഷീണമുണ്ടാകാം. സഹോദരങ്ങളെ, നമ്മൾ മറക്കരുത് ഈ തിരുവചനം. ഹല്ലേലൂയ. ഇപ്പോഴിരുന്ന് കേൾക്കുവാൻ കഴിയാത്തവർ പിന്നീട് വീഡിയോ അയക്കാത്തായാലും വീണ്ടും ഒന്നുകൂടെ കേൾക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കേണ്ട വേദന അവൻ അനുഭവിച്ചത്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഒരു സാധാരണ മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യന്റെ ശരീരത്തിൽ വസിച്ച് അവൻ എനിക്ക് വേണ്ടി മരിക്കുവാൻ മാത്രമല്ല, ജീവിച്ച് എനിക്കൊരു മാതൃക കാണിച്ചു തന്നു ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്. അതുമാത്രമോ, എനിക്ക് മാതൃക മാത്രമല്ല കാണിച്ചു തന്നത്, എന്നെ ജീവിക്കുവാൻ സഹായിപ്പാൻ അവൻ്റെ ആത്മാവിനെയും അവൻ എനിക്ക് തന്നു. What all privileges we have in Christ. നമുക്ക് എന്ത് എക്സ്ക്യൂസ് പറയാൻ പറ്റും ദൈവസന്നിധിയിൽ? ഹല്ലേലൂയ. എന്ത് എക്സ്ക്യൂസ് തരാൻ പറ്റും, പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. That was his fifth cry. Number 6, Yohanan 19:30, John 19:30, the first part, എല്ലാം നിവൃത്തിയായി. It's all finished. It's all finished. Nothing is left out for us to do. Hallelujah. നമുക്ക് ചെയ്യുവാൻ ഒന്നും ബാക്കിയില്ല. നമുക്ക് ചെയ്യുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയിലൂടെ ജീവിച്ചാൽ മാത്രം മതി. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തത്തില്ലേ? ഹല്ലേലൂയ. അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കത്തില്ല. അതല്ലേ നമ്മുടെ കൾച്ചർ. വാട്ട് ഈസ് അവർ കൾച്ചർ?
നമ്മുടെ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒട്ടും കഷ്ടപ്പെടരുതെന്ന്, അല്ലേ? അവരുടെ പഠിത്ത കാര്യത്തിലായിക്കൊള്ളട്ടെ, ജീവിക്കുന്ന അവർക്ക് വേണമെങ്കിൽ എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കും, എല്ലാം. 40 വയസ്സുള്ള ഒരു മോന് 80 വയസ്സുള്ള ഒരു അപ്പൻ്റെ അടുത്ത് വന്നാലും ഇപ്പോൾ കുഞ്ഞേന്നാണ് വിളിക്കുന്നത്, അല്ലേ? നമുക്കൂടെ നാണക്കേട് തോന്നും, അല്ലേ? മോനെന്നാണ് വിളിക്കുന്നത്. ഇഫ് എ സൺ ഓഫ് 60-year-old ഗോയിങ് ടു എ ഡാഡ് ഓഫ് 80-year-old, വാട്ട് എ ഡാഡ് വുഡ് കോൾ ദി സൺ? മൈ ചൈൽഡ്. ദാറ്റ് ഈസ് ദ ബോണ്ട്. കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം തന്നിരിക്കുക. നമ്മൾ ഭയപ്പെടാതെ ജീവിപ്പാൻ, നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ, പിശാചിന്റെ അടിമയാകാതെ ജീവിപ്പാൻ, ഹല്ലേലൂയ, സ്വസ്ഥതയോടെയും സന്തോഷത്തോടെയും ജീവിപ്പാൻ നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ട് ക്രൂശിന്മേൽ അവൻ പറയുകയാണ്. കർത്താവ് ഒരുപക്ഷെ ഈ ക്രൂശിൽ കിടന്ന് ഓരോ മൊഴികളും പറഞ്ഞിട്ട് ഇതൊക്കെ ദിസ് ഈസ് ഓൾ ഡെസ്റ്റിൻഡ്, പ്രീ ഡെസ്റ്റിൻഡ് ബൈ ക്രൈസ്റ്റ്. താൻ എന്തൊക്കെ ഏതൊക്കെ സമയത്താണ് പറയേണ്ടത്, ചെയ്യേണ്ടത്, അതെല്ലാം ചെയ്തിട്ട് ക്രൂശിന്മേൽ പറയുകയാണ്, ഇറ്റ്സ് ഓൾ ഫിനിഷ്ഡ്. ഞാൻ എൻ്റെ ഓട്ടം ഓടി തീർത്തു മനുഷ്യനായി. ഹല്ലേലൂയ. ദൈവമായിരുന്ന ക്രിസ്തുവായ ഞാൻ, ദ ഹോൾ പർപ്പസ് ഹാസ് ബീൻ സെർവ്ഡ്. ഇറ്റ്സ് ഓൾ ഡൺ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മരണസമയത്ത് കിടക്കയിൽ കിടക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരോട് പറയാൻ നമുക്ക് വാക്കുണ്ടാവുമോ? ഇറ്റ്സ് ഓൾ ഫിനിഷ്ഡ്, നൗ ഐ ആം ഗോയിങ്. ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പറയാൻ കഴിയണം. ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പറയാൻ കഴിയണം, ഐ ഹാവ് ഫിനിഷ്ഡ് വെൽ. അനേക വർഷങ്ങൾ എൻ്റെ നഷ്ടപ്പെട്ടു പോയി ഈ ഭൂമിയിൽ. ദൈവത്തെ അറിയാതെ ഞാൻ അനേക വർഷങ്ങൾ ജീവിച്ചു. ദൈവത്തിനെ അറിഞ്ഞ, കർത്താവിനെ അറിഞ്ഞ ശേഷവും പല കാര്യങ്ങളിൽ ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ദൈവഹിതത്തിൽ നിന്ന് മാറി ജീവിച്ചു. ബട്ട് എൻ്റെ കർത്താവിൻ്റെ ഹൃദയം തുറന്നവൻ എന്നെ വീണ്ടെടുത്തു, എന്നെ വിടുവിച്ചു, ശ്രേഷ്ഠമേറിയ സത്യത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഞാൻ ജീവിച്ചവന് വേണ്ടി എനിക്ക് ലഭിച്ച കുറച്ച് വർഷങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാമെന്നതൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തു. Now I finished well. This is exactly what Paul was saying. Paul, he was a persecutor of the church. He tormented the church. He persecuted the church. He was a troublemaker as far as the church was concerned. You read that in Acts. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു, പൗലോസ് സഭയ്ക്കൊരു ഉപദ്രവമായിരുന്നു. അവൻ അത് മാത്രമല്ല, യേശു കർത്താവ് പോലും അവനെ ദമസ്കോസിന്റെ ആ റോഡിൽ വെച്ച് പറഞ്ഞത് എന്താണെന്നറിയാം? പൗലോസേ, പോളിനോട് പറഞ്ഞത്, സോൾ സോൾ, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ? അല്ലേ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആരാ ചോദിച്ചത്? ഇറ്റ് വാസ് ജീസസ് ആസ്കിങ്. സോ ഹി വാസ് പെർസിക്യൂട്ടിങ് ജീസസ്. ഓൾവേസ് റിമെമ്പർ, when someone persecutes the church, he is persecuting Jesus. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ, ഈ വചനത്തിലേക്ക് നോക്കിയേ, എല്ലാം നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എല്ലാം നിവൃത്തീകരിച്ച് നമുക്ക് വേണ്ടി തന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കിത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത്, ലൈഫ് ഫിനിഷ് ചെയ്യുമ്പോൾ പൗലോസ് പറഞ്ഞത് അതാ. പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഓട്ടമോടി, നല്ല പോർപ്പൊരുതി, ഓട്ടമോടി, വിശ്വാസം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യാശയിൽ, ഈ വിശ്വാസത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന എല്ലാവർക്കും കൂടെ നമുക്കത് പറയാൻ കഴിയുമോ സഹോദരങ്ങളെ? ഇഫ് യു ഫോളോ ജീസസ്, വി ഷുഡ് ബി ഏബിൾ ടു സേ ദാറ്റ്. നമുക്കത് പറയുവാനായിട്ട് കഴിയണം. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഓർക്കണമേ ദൈവമക്കളെ, കർത്താവിൻ്റെ പദ്ധതി നമ്മളിൽ നിവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് പറഞ്ഞു എല്ലാം ഫിനിഷായി എന്ന് പറഞ്ഞു, എല്ലാം നിവൃത്തിയായി എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തുവെന്നറിയാമോ? യൂദാസ് എന്നെ ഒറ്റിക്കൊടുത്തത്, പടയാളികൾ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തത്, മഹാപുരോഹിതന്മാർ എന്നെ ന്യായം വിധിച്ചത്, ഹല്ലേലൂയ, അവരെന്നെ ചാട്ടവാർ കൊണ്ട് അടിച്ചത്, എൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത്, എൻ്റെ താടി രോമങ്ങൾ പിടിച്ചു പറിച്ചത്, എൻ്റെ വിലാപ്പുറത്ത് ശൂലം കൊണ്ട് കുത്തിയത്, ക്രൂശിന്മേൽ ഞാൻ നഗ്നനായി കിടന്നത്, ശിഷ്യന്മാരെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോയത്. ദിസ് ഓൾ വാസ് എ പാർട്ട് ഓഫ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗാഡ്സ് പർപ്പസ്. നമ്മുടെ ജീവിതത്തിൽ ചിലരെ നമ്മളെ ഉപദ്രവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്, ചിലരെ കൊണ്ട് ദ്രോഹം ചെയ്യിപ്പിക്കുന്നത്, ചിലരെ നമ്മുടെ ശത്രുക്കളായി മുന്നിൽ വെച്ചിരിക്കുന്നത്, ചിലരെ നമ്മളെ ഞെരുക്കുവാൻ തക്കവണ്ണം ജോലിസ്ഥലത്തൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്, ദിസ് ഓൾ ദ പാർട്ട് ഓഫ് ഗാഡ്സ് പർപ്പസ് ടു ഡിസിപ്ലിൻ അസ്, ടു ഫോം അസ്, ടു ഷേപ്പ് അസ്, ടു ബ്രിങ് അസ് മോർ ഇൻ ഡിപ്പെൻഡൻസ് ടു ഗാഡ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹോൾ പർപ്പസസിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പർപ്പസിനകത്ത് കോപ്പറേറ്റ് ചെയ്യത്തില്ല. നമ്മൾ അവരെ എല്ലാം ശത്രുക്കളായി കാണുകയാണ്.
അതുകൊണ്ട് ആദ്യം കർത്താവ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഫാദർ forgive them for they don't know what they are doing. നമ്മൾ കർത്താവിനെ പിൻഗമിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ആരും ശത്രുക്കളായിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ ഭാഗം അവരവർ തീർക്കുകയാണ്. ഹല്ലേലൂയ. യൂദാസ് ദൈവത്തിൻ്റെ ഭാഗമാണ് ജൂദാസിലൂടെ തീർന്നത്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ശ്രേഷ്ഠമേറിയ ദൈവവചനമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:38 പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു. സ്വർഗത്തിൽ തന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ക്രൂശിന്മേൽ വെച്ചവൻ പറയുകയാണ്, എല്ലാം നിവർത്തിയായി. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചത് മുഴുവനും ഞാൻ ചെയ്തു. നമുക്ക് എത്ര പേർക്ക് ജീവിതത്തിൻ്റെ അവസാനം പറയാൻ കഴിയും, എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതെല്ലാം ചെയ്തെന്ന്? പറയാൻ ആർക്കെങ്കിലും കഴിയുമോ സഹോദരങ്ങളെ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, ഇത്രത്തോളം എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തെന്ന്? വ്യക്തമായിട്ട് ഞാൻ പറയാം സഹോദരങ്ങളെ, പലർക്കും പറയാൻ പറ്റത്തില്ല ഒന്നെങ്കിലും ചെയ്തോന്ന്. നമുക്കൊരിക്കലും ആ റിഗ്രറ്റ് ഉണ്ടാകാനിടയാകാതിരിക്കട്ടെ. ഈ ഭൂമിയിലുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം വചനത്തിൽ പറയുന്നുണ്ട്. അവർ ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ ചെയ്യുന്നത്. വചനത്തിൽ പറയുന്നുണ്ട് പൗലോസ്. ഹല്ലേലൂയ. കർത്താവ് അത് പറയുവാൻ തക്കവണ്ണം നമ്മളെക്കുറിച്ച് ഇടയാകാതെ വരട്ടെ. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. റോമാലേഖനം 3:25 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദാറ്റ് ഓൾസോ എവറിഥിങ് ഈസ് ഫിനിഷ്ഡ്. ആ പ്രൊപ്പീഷിയേഷൻ ഫിനിഷ്ഡായി. ദർ ഇസ് നത്തിങ് ലെഫ്റ്റ് ഔട്ട്. വി ഡോണ്ട് നീഡ് ടു ആഡ് അപ്പ് സംതിങ് ടു ദാറ്റ്. We simply have to trust in him and getting into the victory of Christ. Hallelujah. നമ്മളൊന്നും ഇനി അഡീഷണലായിട്ട് ചെയ്യേണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ മതി. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:30 പറയുന്നു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 1:30 പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നമ്മൾ ക്രിസ്തുവിലിരിക്കുന്നു. He has become everything for us. He has become our redemption. He has become our sanctification. He has become our, hallelujah, ഇവിടെ എഴുതിയിരിക്കുന്നു, he became our knowledge and he became our righteousness. He became our sanctification and he became our redemption. Everything is from God and he has done it all. What a privileged people we are. The last one, the 7th verse on the cross. ക്രൂശിലുള്ള 7ാമത്തെ മൊഴി, ക്രൂശിൽ നിന്നുമുള്ള 7ാമത്തെ മൊഴി. ലൂക്ക് ചാപ്റ്റർ 23:46. ലൂക്കോസിന്റെ സുവിശേഷം 23:46 വാക്യം. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. പിതാവേ, യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. What an amazing way of death. എല്ലാം നിവൃത്തിയായതിന് പറഞ്ഞ ശേഷം, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. എത്രയോ ഭക്തന്മാരങ്ങനെ മരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഏറ്റവും അവസാനത്തെ നിമിഷം, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്റ്റീഫൻ പറഞ്ഞതായിട്ടാണ് നമ്മൾ വായിച്ചതല്ലേ? 7:59 സ്റ്റീഫൻ പറഞ്ഞതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചു. എന്ത്? റിസീവ് മൈ സ്പിരിറ്റ്. പിതാവേ, കർത്താവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശാന്തമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയുണ്ടോ? കർത്താവ് ക്രൂശിന്മേൽ കിടന്ന് നിലവിളിച്ച നിലവിളിയിലേക്കൊന്ന് നോക്കിയേ. ആ ഓരോ നിലവിളിയും പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? ഭൂമിയിലുള്ള ബന്ധങ്ങൾ, ഹല്ലേലൂയ, വേണ്ട വിധം ചെയ്യുവാൻ തക്കവണ്ണം, ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വേണ്ടുവണ്ണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചേ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? എല്ലാം നിവൃത്തിയായി കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു തീർത്തു, തന്ന കൃപയ്ക്കനുസരിച്ച് ചെയ്തു തീർത്തു എന്ന് പറയുവാൻ കഴിയുമോ? ഏറ്റവും അവസാന നിമിഷം സന്തോഷത്തോടെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? നമ്മൾ പലരും ഈ ലോകത്തു നിന്ന് എങ്ങനെയും പോകരുതേ എന്നാണ് ചിന്തിക്കുന്നത്, അല്ലേ? കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ കിട്ടിയാൽ നല്ലതാണെന്നാണ് നമ്മൾ പറയുന്നത്. ആ സ്ഥാനത്ത് ഒരു യഥാർത്ഥ ദൈവഭക്ത പറയുന്നത്, കർത്താവേ, എല്ലാം തികയുന്ന നിമിഷം
എന്നെക്കൊണ്ട് ഈ ഭൂമിയിൽ അങ്ങയുടെ പ്രവൃത്തികൾ തീരുന്ന നിമിഷം ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഈവൻ ഫോർ എ സെക്കൻഡ് ബാക്ക് ഇൻ ദിസ് വേൾഡ്. ഐ വോണ്ട് ടു കം ടു യു. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ അതൊരു സങ്കീർത്തന വചനത്തിൻ്റെ നിവൃത്തിയാണ്. 31 സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ Psalms 31:5 പറയുന്നു, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ നിവൃത്തികൾ ഓരോന്നുമാണ് ഈ ക്രൂശിന്മേൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം ദൈവമക്കളെ.